പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഗുരുവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ എയർ ലെയറിങ് ചെയ്യാൻ അറിയാമോ? നമുക്കിപ്പം വീട്ടിൽ തന്നെ നമ്മുടെ ഫലവൃക്ഷ തൈകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരയോ ചാമ്പ നാരകം അതുപോലെ തന്നെ വിയറ്റ്നാം മേർലി അങ്ങനെയൊക്കെ പിടിയിൽ കായ്ക്കുന്ന ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട്. നമുക്ക് എളുപ്പം അതിൻ്റെ തൈ വെച്ച് നോക്കിയിരിക്കേണ്ട സമയമൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് എളുപ്പം ആ മാതൃവർഷത്തിൽ തന്നെ എയർ ലെയർ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ശിഖരം നോക്കിയെടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് മാറ്റിയിട്ട് അത് തൊലി മാറ്റുക. തൊലി എന്തെങ്കിലും ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ വരഞ്ഞ് മാറ്റിയതിന് ശേഷം അവിടെ ചൈൽ കമ്പോസ്റ്റ് നന്നായിട്ട് എടുത്ത് വെച്ച് കെട്ടിയിട്ട് അതൊന്ന് പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഇട്ടൊന്ന് പൊതിയുക. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ മഴയുള്ള സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട, എളുപ്പം ഇത് പിടിച്ചോളും. അപ്പം വീട്ടിൽ അങ്ങനത്തെ പ്ലാന്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കേ. ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പ്ലാസ്റ്റിക് കവറിനകത്തൂടെ വേര് വരും. അപ്പം വേര് തൊട്ട് താഴ്ഭാഗത്തായിട്ട് മുറിച്ചിട്ട് നമ്മൾ നട്ട് ചട്ടിയിലോ മണ്ണിലോ ഒക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കുന്ന അതിൽ നിന്ന് ഫലം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി നമ്മൾ ഉരുവിട്ട് അത് കിളിപ്പിക്കുന്ന ആ കാലതാമസമൊന്നും വരണ്ട. അപ്പോൾ നമുക്കങ്ങനെ നോക്കിയിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിടിയിൽ നമുക്ക് ഫലം എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. എങ്ങനെയാണ് ഇത് ലെയർ ചെയ്യുന്നത് അല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഈ ഒരു സമയമാകുമ്പോൾ പിടിയിൽ നിന്ന് കിളിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള നമുക്കൊരു ഇൻട്രസ്റ്റും ആകും. ഓരോ ഫലവൃക്ഷ തൈകളും നമുക്ക് വീണ്ടും വീണ്ടും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് കാണണം. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം. അതുപോലെ കമൻറ്റൊക്കെ ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ.